എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2 ഗ്രൂപ്പുകൾക്കാണ് ഒരേ സമയം ലൈവ് നൽകുന്നത്. ഒന്ന് ഹിന്ദു സോഷ്യൽ കോൺഫെഡറേഷൻ HSC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്, മറ്റൊന്ന് ആർഷവിദ്യാ സമാജത്തിന്. ഈ 2 ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾക്കും ഹിന്ദു ജനത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയമാണ് കുറച്ച് കാര്യങ്ങൾ സമയപരിമിതി മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സനാതനധർമ്മം ശ്രീ പരമേശ്വരൻ ആർഷഗുരുപരമ്പരകളിലൂടെ മാനവരാശിക്ക് നൽകിയ അമൂല്യ വിദ്യയാണ്. ഈ സനാതനധർമ്മത്തിൽ ധാരാളം ഈശ്വരാനുഗ്രഹങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മനുഷ്യന് സ്വാസ്ഥ്യം നേടുവാനുള്ള പദ്ധതി, വികസനം നേടുവാനുള്ള വ്യക്തിവികാസം, സമഗ്ര വ്യക്തിവികാസം, മാനവ പരിണാമം നേടുവാനുള്ള ശാസ്ത്രം, സമ്പൂർണ്ണ ജീവിത വിജയം നേടുവാനുള്ള രഹസ്യങ്ങൾ, വ്യക്തിപരവും സാമാജികവുമായ എല്ലാ വിഷയങ്ങളെയും, എല്ലാ പ്രശ്നങ്ങളെയും സമൂലം പരിഹരിക്കുവാനുള്ള തെളിയിക്കപ്പെട്ട മാർഗങ്ങൾ, അതുപോലെ തന്നെ ശ്രേഷ്ഠ സമാജം നിർമ്മിക്കുവാനുള്ള പദ്ധതി, അപ്പോൾ 5 പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് സനാതനധർമ്മത്തിനുള്ളത്. സ്വാസ്ഥ്യം, വ്യക്തിവികാസം, സമ്പൂർണ്ണ ജീവിത വിജയം, വ്യക്തിപരവും സാമാജികവുമായ സകല പ്രശ്നങ്ങളുടെയും പരിഹാരം, ശ്രേഷ്ഠ സമാജ നിർമ്മാണം. അതിൽ ഒരു പരിഹാരശാസ്ത്രം കൂടിയുണ്ട്. വ്യക്തിപരവും സാമാജികവുമായ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം കണ്ടെത്തി സമൂല വേരോടുകൂടിയ പ്രശ്നപരിഹാരം സാധ്യമാക്കുന്ന ഒരു ദർശനം കൂടിയാണ് സനാതനധർമ്മം. ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ സനാതനധർമ്മത്തിൻ്റെ പ്രശ്നപരിഹാര ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഹിന്ദു സമൂഹം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ, ഭീഷണികൾ വളരെയേറെയാണ്. ഇവ ഓരോന്നോരോന്നായി നമുക്ക് എടുത്തു പറയാം. അതിൻ്റെ കാരണം പരിശോധിക്കണം. കാരണം പരിഹരിച്ചുകൊണ്ടുള്ള യഥാർത്ഥ പ്രശ്നപരിഹാരവും ഉണ്ടാവണം. ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പരിഹാരം ചെറിയൊരു ഉപരിപ്ലവമായ ചികിത്സയിൽ ഒതുങ്ങുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സമൂലമായ പരിവർത്തനം, ഒരു അഴിച്ചുപണി തന്നെ, ഒരു നവോത്ഥാനം തന്നെ ആവശ്യമാണ് ഇക്കാര്യത്തിൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അപ്പോൾ ഹിന്ദു സമൂഹം നേരിടുന്ന വിഷയങ്ങളെ നമ്മൾ ഒന്നൊന്നായി പരിചയപ്പെടാം. ഒന്നാമതായി മനസ്സിലാക്കുക, ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ് ഹിന്ദുധർമ്മം നേരിടുന്നതും. ഹിന്ദു സംസ്കൃതി, രാഷ്ട്രം, വിജ്ഞാനങ്ങൾ ഇവയെല്ലാം അഭിമുഖീകരിക്കുന്നതുമെല്ലാം ഒരേ വിഷയങ്ങൾ തന്നെയാണ്. ഇവയെ നമുക്ക് പൊതുവെ 2ആയി തരംതിരിക്കാം. ഒന്ന് ആഭ്യന്തര പ്രശ്നങ്ങൾ, ആന്തരികമായ പ്രശ്നങ്ങൾ. 2 ബാഹ്യ വെല്ലുവിളികൾ. ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഫേസ്ബുക്ക് പോലുള്ള ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പറയേണ്ടതല്ല, കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാൻ പറ്റുന്നതല്ല.
അത് ഹിന്ദു ജനതയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കുള്ളിൽ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ചില സൂചനകൾ ഞാൻ അക്കാര്യത്തിൽ നൽകാം. അതുപോലെ തന്നെ ബാഹ്യ വെല്ലുവിളികൾ, ഹിന്ദു സമൂഹത്തിന് പുറത്തുനിന്ന് ഉണ്ടാവുന്ന വെല്ലുവിളികൾ, ഇവയെ രണ്ടിനെയും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇവയ്ക്കുള്ള കാരണം മനസ്സിലാക്കണം. ആ പ്രശ്നകാരണം കണ്ടെത്തി ചികിത്സ നടത്തുമ്പോഴേ യഥാർത്ഥ പ്രശ്നപരിഹാരമാകുന്നു എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രശ്നപരിഹാര ദർശനം പറയുന്നത്. ഹിന്ദു സമൂഹം നേരിടുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ദാർശനികവും ആധ്യാത്മികവുമായ മേഖലയിലാണ്. കാരണം ചിട്ടയോടെയുള്ള സനാതനധർമ്മത്തിൻ്റെ അധ്യയനമോ അനുഷ്ഠാനമോ പ്രചാരണമോ അധ്യാപനമോ സംരക്ഷണമോ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. സനാതനം പറയുന്നത് സനാതനധർമ്മത്തോടുള്ള കടമ നിർവഹിക്കേണ്ടത് പഞ്ചകർത്തവ്യങ്ങളിലൂടെയാണ്. അതിലൊന്നാമത്തേതാണ് സനാതനധർമ്മത്തെ ശരിയായി പഠിക്കുക എന്നുള്ളത്. യഥാർത്ഥ സോഴ്സിൽ നിന്നും തന്നെ ഗുരുപരമ്പരകളിലൂടെ ഗുരുമുഖത്തു നിന്നാണ് സനാതനധർമ്മം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള അധ്യയനം നടക്കണം. നിർഭാഗ്യവശാൽ അതിനുള്ള വ്യവസ്ഥകളൊന്നുമില്ല. അനുഷ്ഠാനം, ശരിയായ അനുഷ്ഠാനം, പ്രചാരണം, അധ്യാപനം, സംരക്ഷണം, സനാതനധർമ്മത്തെ, രാഷ്ട്രത്തെ, ജനതയെ, സജ്ജനങ്ങളെ, സംസ്കൃതിയെ, വിജ്ഞാനങ്ങളെയെല്ലാം നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ചരിത്രപാഠങ്ങളും വർത്തമാനകാല അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങളെയാണ് സംരക്ഷണം എന്ന് പറയുക. ഇതെല്ലാം ചിട്ടയോടെ നടക്കേണ്ടതുണ്ട്. ഈ പഞ്ചകർത്തവ്യങ്ങൾ ചെയ്യുന്നതിനൊരു കൂട്ടായ്മ, സംഘടിതമായ ഒരു ശ്രമം ഇല്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന വിഷയങ്ങളുടെ എല്ലാം മൂലകാരണം. ആർഷവിദ്യാസമാജം ഇതിനുള്ള എളിയ ശ്രമങ്ങളാണ് കഴിഞ്ഞ 21 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹ്രസ്വകാല പദ്ധതി എന്ന നിലയിൽ നാം നേരിടുന്ന വെല്ലുവിളികളെ ശാസ്ത്രീയമായി തന്നെ സമീപിക്കുന്നു. ദീർഘകാല പദ്ധതി എന്ന നിലയിൽ സനാതനധർമ്മം ലോകത്തിൽ എല്ലായിടത്തും എത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ ഒന്നാമത്തത് ദാർശനികവും ആധ്യാത്മികവുമായ മേഖലയിലാണ്. അതിൽ പ്രധാനമായത് ആശയ മലിനീകരണം എന്ന് പറയുന്ന പൊല്യൂഷൻ ഓഫ് ഐഡിയാസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ്. കാരണം സനാതനധർമ്മത്തെക്കുറിച്ച് ചിട്ടയായി പഠിപ്പിക്കുവാനോ അതിന് ദുർവ്യാഖ്യാനങ്ങളെയോ അട്ടിമറികളെയോ തടയുവാനോ ഉള്ള സംഘടിതവും ശാസ്ത്രീയവുമായ ഒരു സംവിധാനമില്ലാതിരിക്കുന്ന സമയത്ത് അതുപോലെയുള്ള സമാന സ്വഭാവമുള്ള നിരവധി ആശയങ്ങൾ നമ്മുടേതാണെന്നുള്ള ധാരണയിൽ നമ്മുടെ ജനതയെ ബാധിക്കാം. ഇതിനെയാണ് ആശയ മലിനീകരണം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും സമാന സ്വഭാവമുള്ള ആശയങ്ങൾ തമ്മിലാണ് മലിനീകരണം ഉണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പഞ്ചസാരയിൽ മാലിന്യം ഉണ്ടാവുന്നത് വെളുത്ത വസ്തുവിനെ കൊണ്ടും തേയിലയിൽ മാലിന്യം ഉണ്ടാവുന്നത് കറുത്ത വസ്തുവിനെ കൊണ്ടുമായിരിക്കും. കാരണം ഒരുപോലെയുള്ള ചില ആശയങ്ങളാണ് മലിനീകരണം ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള മലിനീകരണം കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി സംഭവിച്ചിട്ടുണ്ട്. സെമിറ്റിക് മതങ്ങൾ വരുന്നതിന് മുമ്പും ജൂത, ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങൾ, ഇസ്ലാം മതങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ മലിനീകരണം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ജനതയെ പല തെറ്റായ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെതായ ചില തെറ്റായ നിയമങ്ങൾ
നമ്മുടെ ജനത സ്വീകരിച്ചതിൻ്റെ ഫലമായി നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, സനാതനധർമ്മത്തിൽ പിന്നീട് അടിഞ്ഞുകൂടിയ ചില തെറ്റായ പ്രവണതകൾക്കെതിരെയുള്ള സമരമായിരുന്നു വാസ്തവത്തിൽ ഗൗതം സിദ്ധാർത്ഥ ബുദ്ധൻ്റെയും വർത്തമാന മഹാവീരൻ്റെയും മുന്നേറ്റങ്ങൾ. പക്ഷെ പിന്നീട് ഒട്ടും ആശാസ്യമല്ലാത്ത പല പ്രവണതകൾ ആ മതങ്ങളിൽ വന്നുകൂടുകയും അവ ഭാരതത്തിലെ ആ മതങ്ങളെ തന്നെ ദുഷിപ്പിക്കുകയും ഹിന്ദു സമൂഹത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഒരു പ്രശ്നമാണ് ചില നിയമങ്ങളുടെ, ആത്മീയ നിയമങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഉദാഹരണത്തിന് സത്യം, അഹിംസ, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം, ശൗചം, സന്തോഷം, തപസ്, ത്യാഗം, ദാനം, സേവനം തുടങ്ങിയ ആധ്യാത്മിക നിയമങ്ങളുടെ കാര്യത്തിൽ സനാതനധർമ്മത്തിന് വ്യക്തമായ നിലപാടുണ്ട്. ആചാരങ്ങൾ എന്താണ്, അനാചാരം, ദുരാചാരം, അത്യാചാരം അഥവാ സദ്ഗുണ വൈകൃതം എന്താണെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് സനാതനധർമ്മത്തിനുണ്ട്. വ്യക്തിക്കും സമാജത്തിനും ഗുണകരമാവുന്ന രീതിയിലാണ് ഇതെല്ലാം സനാതനധർമ്മം കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ ബുദ്ധമതത്തിൻ്റെ ജൈനമതത്തിൻ്റെ കാഴ്ചപ്പാട് കേവലം വ്യക്തിപരമായിരുന്നു. ഒരു ഉദാഹരണം പറയാം. അവർ അഹിംസയെ കേവലമായി അബ്സല്യൂട്ടായി കണ്ടു. ഏത് സാഹചര്യത്തിലും അഹിംസ ശീലിക്കേണ്ടതാണെന്നുള്ള നിലപാടിലേക്ക് എത്തി. അങ്ങനെ ഒന്ന് സനാതനധർമ്മം പറയുന്നില്ല. അഹിംസ പരമോധർമ്മ, ധർമ്മഹിംസ തഥൈവജ എന്നാണ് സനാതനധർമ്മത്തിൻ്റെ അഹിംസാ ദർശനം. ആരെയും മനസാ വാച കർമ്മണ ഉപദ്രവിക്കാതിരിക്കുക, തീർച്ചയായും അങ്ങനെ തന്നെ വേണം. പക്ഷേ വേറൊരാളെ, സാധാരണ ജനങ്ങളെ, സജ്ജനങ്ങളെ ഉപദ്രവിക്കാൻ അനുവദിക്കാനും പാടില്ല. ഈ ഒരു ദർശനം സനാതനധർമ്മത്തിന് മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായി നമ്മൾ അഹിംസ ചെയ്യരുത് എന്നതുപോലെ തന്നെ വേറൊരാളെ ഹിംസ ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരെ സർവശക്തിയും ഉപയോഗിച്ച് തടയേണ്ടതാണ്. അതിനാണ് ക്ഷത്രിയ വിഭാഗം തന്നെ ഉണ്ടായത്. ക്ഷാത്ര സാധന വരെ ഉണ്ടായത് അങ്ങനെയാണ്. ക്ഷാത്രധർമ്മം ഉടലെടുക്കാനുള്ള സാഹചര്യം അതാണ്. പക്ഷേ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും കേവലം സന്യാസപരമായ, സന്യാസികൾക്ക് മാത്രം ബാധകമായ ചില നിയമങ്ങൾ നമ്മുടെ ജനതയെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ട് കൊടിയ ബാഹ്യശത്രുക്കളോട് എതിരിടുന്ന കാര്യത്തിൽ നമുക്ക് പല അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സനാതനധർമ്മം പുരുഷാർത്ഥങ്ങൾ നേടുവാനുള്ള പദ്ധതിയാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഈ 4 കാര്യങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ. ഒരിക്കലും ഭൗതികതയോ അല്ലെങ്കിൽ ഗാർഹസ്ഥ്യം പോലുള്ള കാര്യങ്ങളെയോ ഒന്നും സനാതനധർമ്മം തള്ളിക്കളഞ്ഞിട്ടില്ല. എല്ലാ മേഖലയിലും ശാസ്ത്രങ്ങൾ, കാമശാസ്ത്രത്തിലും സംഗീതശാസ്ത്രത്തിലും നാട്യശാസ്ത്രത്തിലുമൊക്കെ ശാസ്ത്രങ്ങൾ ചമച്ചവരായിരുന്നു ഋഷികൾ. ഋഷികളിൽ ഭൂരിപക്ഷവും വിവാഹിതരായിരുന്നു. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് തന്നെ ബൗദ്ധ ജൈന സന്യാസിമാരുടെ സ്വാധീനഫലമായി നമ്മുടെ സമൂഹത്തിനിടയിൽ എന്തോ ഒരു തെറ്റാണെന്ന ബോധം ഉടലെടുക്കാൻ തുടങ്ങി. ഭൗതികത, ലൗകികത, ശാസ്ത്രങ്ങൾ, ഗവേഷണം, വിജ്ഞാനങ്ങൾ, കല, സാഹിത്യം ഇവയൊക്കെ വളരെ തെറ്റാണ് എന്നൊരു കാഴ്ചപ്പാട് സമൂഹത്തിന് വരാൻ തുടങ്ങി. ശാസ്ത്രമേഖലയിലെ ഗവേഷണങ്ങളെല്ലാം മുരടിച്ചു പോകാൻ തന്നെ അതിടയാക്കിയിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളെ രണ്ടാം തരമാക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ബുദ്ധമതത്തിന്. സ്ത്രീക്കൊരിക്കലും മോക്ഷമില്ല എന്ന കാഴ്ചപ്പാട് പോലും ആദ്യകാല ബുദ്ധമതത്തിനുണ്ടായിരുന്നു. സ്ത്രീകളെ ഭിക്ഷുണി സംഘത്തിൽ ചേർക്കുന്നതിൽ ശ്രീബുദ്ധൻ കാണിച്ച വൈമുഖ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തൻ്റെ സന്തത സഹചാരിയായ ആനന്ദൻ്റെ നിർബന്ധത്തിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഭിക്ഷുണികളെ സംഘത്തിൽ ചേർക്കുവാൻ ബുദ്ധൻ തയ്യാറായത്. അതുതന്നെ വൈമനസ്യത്തോടു കൂടിയാണ്. തുടർന്ന് ശ്രീബുദ്ധൻ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. സനാതനധർമ്മത്തിൽ സ്ത്രീക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. സ്ത്രീ സനാതനധർമ്മത്തിൽ ദേവതയാണ്, ശക്തിയാണ്. ഐശ്വര്യത്തിൻ്റെയും
വിദ്യയുടേതും വിദ്യ, സമ്പത്ത്, ഇതെല്ലാം ദേവീ സങ്കല്പമാണ്. പുണ്യനദികൾ, രാഷ്ട്രം, ഭാരതമാതാവ്, ഗംഗ, അങ്ങനെ പുണ്യനദികളുടെ കാര്യത്തിലും രാഷ്ട്രത്തിൻ്റെ കാര്യത്തിലുമൊക്കെ മാതാവിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെ വിശിഷ്ടമായ ഉന്നതമായ ദർശനമാണ് സനാതനധർമ്മത്തിലുണ്ടായിരുന്നത്. സ്ത്രീകളായ ഋഷികകളുണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ രചിച്ച ദിവ്യ സൂക്തങ്ങളുണ്ട് വേദങ്ങളിൽ, വേദസാഹിത്യങ്ങളിൽ. പുരുഷനോടൊപ്പം ആയുധാഭ്യാസം നടത്തുവാനും പടക്കളത്തിൽ ശത്രുവിനെതിരെ പോരാടാനും മുന്നിട്ടിറങ്ങിയ യോദ്ധാക്കളും യോദ്ധികളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പാരമ്പര്യത്തിന് മങ്ങലേക്കാനിടയായി ബൗദ്ധ ജൈന സ്വാധീന ഫലമായി. ഇതെല്ലാം സംഭവിച്ചത് ആശയ മലിനീകരണം എന്ന വിഷയം കൊണ്ടാണ്. അഹിംസ, ലൗകികതയോടുള്ള നിലപാട്, പ്രായോഗികതയോടുള്ള സമീപനങ്ങൾ, സ്ത്രീയെ കണ്ടുപിടുത്തങ്ങളെ ഒക്കെ എല്ലാം രണ്ടാം തരമാക്കുന്ന ഒരു സമീപനമുണ്ടായി ബൗദ്ധ ജൈന ആശയങ്ങളുടെ ഫലമായിട്ട്. ഇതിനെയാണ് ഞാൻ ആശയ മലിനീകരണം എന്ന് വിളിച്ചത്. അത് ബൗദ്ധ ജൈന കാലഘട്ടത്തിൽ സംഭവിച്ച ഒന്നായിരുന്നുവെങ്കിൽ അതിനെല്ലാം നീക്കുവാൻ പല നവോത്ഥാന ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശ്രീ ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ, ശൈവസിദ്ധന്മാരുടെ ആഭിമുഖ്യത്തിൽ, വൈഷ്ണവ സിദ്ധന്മാരുടെ മുന്നേറ്റത്തിലൊക്കെ ഫലമായി ഇതെല്ലാം ബൗദ്ധ ജൈന സ്വാധീനങ്ങളെല്ലാം ഒരളവ് വരെ മാറ്റുന്നതിൽ നമ്മൾ വിജയിച്ചു. പക്ഷെ പിന്നീട് സെമിറ്റിക് മതസ്വാധീനങ്ങൾ ഉണ്ടായപ്പോൾ അവയും നമ്മളെ ജനതയെ സ്വാധീനിക്കാൻ തുടങ്ങി. നമ്മുടേത് ഏതാണ്, അവരുടെ ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഒരു ഹിന്ദു സമൂഹം കഴിയുന്നത്. ഇതൊക്കെ പല അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ വരുത്തി വച്ചിട്ടുണ്ട് നമുക്ക്. ഉദാഹരണത്തിന്, പല അദ്വൈത സിദ്ധാന്തം പറയുന്നവരും പണ്ട് ബെർക്ക്ലിയുടെ സബ്ജക്റ്റീവ് ഐഡിയലിസമാണ് പലപ്പോഴും പറയുന്നത്. പ്രാതിഭാസികം, വ്യാവഹാരികം, പാരമാർത്ഥികം എന്നീ 3 തലങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള അദ്വൈത വേദാന്തത്തിൻ്റെ തികച്ചും പ്രായോഗികമായ സമീപനം ശ്രീ ശങ്കരാചാര്യരെ പോലുള്ള നിരവധി മഹാന്മാർ ജീവിതം കൊണ്ട് കാട്ടിത്തന്ന മാതൃക, ഇതിനെല്ലാം തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റീവ് ഐഡിയലിസം, ബെർക്ക്ലി എന്ന് പറയുന്നൊരു പാശ്ചാത്യ തത്വചിന്തകൻ്റേതായ ഒരു ഫിലോസഫി അദ്വൈത വേദാന്തത്തിന് സാമ്യമുള്ളതാണ്, പക്ഷേ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. അതിന് പകരം പരക്കാൻ തുടങ്ങി. അങ്ങനെ മായ എന്ന് പറയുന്ന ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ പറയാനാവാത്തത് എന്ന് പറഞ്ഞ രീതിയിൽ ചൂണ്ടിക്കാട്ടിയ ഒരു തത്വം ഉപയോഗിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിലും നവോത്ഥാന സംരംഭങ്ങളിലും ആധ്യാത്മിക പ്രചാരണങ്ങളിൽ വരെ ഉദാസീനത കാട്ടിയ ഒരു വർഗം ഇവിടെ ഉണ്ടായി. അതിന് അദ്വൈത വേദാന്തത്തെ അല്ല കുറ്റം പറയേണ്ടത്, ഇതിന് വളച്ചൊടിച്ച ചില ആശയ മലിനീകരണ ആൾക്കാരെയാണ് കുറ്റം പറയേണ്ടത്. അതുപോലെ തന്നെ ചില തെറ്റായ ചിന്ത, സർവദൈവവാദം. നമുക്ക് സനാതനധർമ്മത്തിൽ സർവന്തര്യാമിവാദമുണ്ട്. എല്ലായിടത്തും ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിൽ മാത്രമല്ല, അചേതന വസ്തുക്കളിൽ വരെ പരമാത്മ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു. സർവന്തര്യാമിയായ അദ്ദേഹം വിളങ്ങുന്നു എന്നുള്ള വാദം, സിദ്ധാന്ത ദർശനം നമുക്കുണ്ട്. പക്ഷേ എല്ലാം ഈ അവസ്ഥയിൽ, എല്ലാം ഉള്ള ഈ അവസ്ഥയെ തന്നെ എല്ലാം ഒന്നാണെന്നുള്ള കാഴ്ചപ്പാട് എങ്ങനെയോ വന്നു. അത് പിന്നീട് എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള തെറ്റായ നിലപാടിലേക്ക് പോകാൻ തുടങ്ങി. എല്ലാവരും ദൈവങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദസ്വാമി ദൈവമാവണം, നിർഭയ കൊലക്കേസിലെ പ്രതികൾ ദൈവമാവണം, ശകുനിയും ദുര്യോധനനുമൊക്കെ ദൈവങ്ങളാവണം. അവരിലെല്ലാം ഈശ്വരീയ ചൈതന്യം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ശരിയാണെങ്കിലും മായ കൊണ്ടും ദുഷ്കർമ്മങ്ങൾ കൊണ്ടും അവർ ഈശ്വര സാന്നിധ്യത്തെ മറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ആവരണത്തോടു കൂടിയാണ് അവർ സ്ഥിതി ചെയ്യുന്നത് എന്നും മനസ്സിലാക്കണം. വ്യാവഹാരിക ജീവിതത്തിൽ നന്മയും തിന്മയും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് മനസ്സിലാവണം. നന്മയെ ഉയർത്തിപ്പിടിക്കുകയും തിന്മയെ തിരസ്കരിക്കുകയോ എതിരിടുകയോ ചെയ്യണമെന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ അതിന് വിഘാതമായിട്ട് എല്ലാം ദൈവമാണെന്നും എല്ലാ മതങ്ങളും ഒന്നാണെന്നൊക്കെയുള്ള ചില വിചിത്രമായ കാഴ്ചപ്പാട് വരാൻ തുടങ്ങി.
അത് വളരെയേറെ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും മറ്റു മതങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ എല്ലാം ഒന്നാണ്, എല്ലാ ദൈവവും ഒന്നാണെന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് നിർഭാഗ്യവശാലുണ്ട്. അപ്പോൾ ചോദിക്കാം, എല്ലാ മതവും ഒന്നാണ്, എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണെന്ന് പറയുന്നത് നല്ലതല്ലേ? അത് ഒരു വിശാലത്വത്തിൻ്റെ, സഹിഷ്ണുതയുടെ തെളിവല്ലേ എന്നൊക്കെ ചോദിക്കാം. എല്ലാ മതക്കാർക്കും അവരംഗീകരിക്കുവാനും അവർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുവാനും എല്ലാ മതം ഒന്നാണെന്ന് പറയണമെന്നില്ല. പരമേശ്വരൻ എന്ന പരബ്രഹ്മ തത്വത്തിൻ്റെ പര്യായമായിട്ട് യഹോവയോ അള്ളാഹുവിനെ കാണുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. അവർക്ക് വിരോധം ഉണ്ടാവും, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ പ്രശ്നം അവിടെയല്ല. യഹോവ എന്ന് പറയുന്നത് പഴയ നിയമ പുസ്തകത്തിൽ യഹോവ തന്നെ വെളിപ്പെടുത്തിയ ഒരു സങ്കല്പമുണ്ട്, ഒരു സങ്കുചിതമായ സെമിറ്റിക് സങ്കല്പമുണ്ട്. അതുമാത്രമേ ഒരു യഹോവയായിട്ട്, യാഹ്വയായിട്ട് അവർ അംഗീകരിക്കൂ. നമ്മൾ മാത്രം ഏകപക്ഷീയമായി നമ്മൾ അംഗീകരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ അള്ളാഹു എന്നുള്ള സങ്കല്പം, അറേബ്യയിൽ ഉണ്ടായിരുന്ന അള്ളാഹു സങ്കല്പം പോലുമല്ല ഖുറാനിലൂടെ, ഹദീസുകളിലൂടെ മുഹമ്മദ് നബി മുന്നോട്ട് വെച്ചത്. അത് കുറച്ചുകൂടെ സങ്കുചിതമായ ഒരു ദൈവസങ്കല്പമാണ്. എല്ലാം ഒന്നാണെന്ന് പോയിട്ട് അള്ളാഹുവിനോടൊപ്പം വേറെ ആളെ പങ്കുചേർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ദൈവസങ്കല്പമാണത്. അതെങ്ങനെയെല്ലാം ഒന്നാവുന്നത്? അപ്പോൾ അപകടകരമായ അസഹിഷ്ണുതാശയങ്ങളുള്ള മതങ്ങളെ, അവരെപ്പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗതികേടിലേക്ക് ഹിന്ദു ജനതയെ കൊണ്ടെന്ന് എത്തിച്ചു ഇതുപോലുള്ള പല ആശയ മലിനീകരണങ്ങൾ. എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ എല്ലാവരും തെറ്റാണെങ്കിൽ പോലും അവരെ നമ്മൾ അംഗീകരിക്കണം, അവർക്കുള്ള സ്വാതന്ത്ര്യത്തെ വകവെച്ചു കൊടുക്കണം. പക്ഷേ എല്ലാം ഒന്നാണെന്ന് പറയുന്നത് വലിയ അപകടത്തിലേക്കാണ് നയിക്കുക. അപ്പം അങ്ങനെയുള്ള ചില തെറ്റായ ചിന്താഗതികൾ വരാൻ തുടങ്ങി. അതുപോലെ സനാതനധർമ്മത്തിലെ ഏകേശ്വര ദർശനവും ഇസ്ലാമിൻ്റെ ഏകദൈവ സിദ്ധാന്തവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാതെ രണ്ടും ഒരുപോലെയാണെന്ന് പറയാൻ തുടങ്ങി. പിന്നെ തലയിലെഴുത്ത്, ഈശ്വരൻ തലയിലെഴുതുന്നു എന്നുള്ള ചിന്താഗതി, ഇത് ഇസ്ലാമിൻ്റെയാണ്. എല്ലാം അള്ളാഹു നേരത്തെ തീരുമാനിച്ച് വയ്ക്കുന്നു. സർവനിശ്ചയവാദം, പൂർവ്വനിശ്ചയവാദം, ഇവയൊക്കെ നമ്മുടെ ആൾക്കാരും പറയാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് കർമ്മങ്ങളാണ് സ്വാധീനിക്കുന്നത്. ഒരു മനുഷ്യനെ കർമ്മങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. സ്ഥല, കാല, പാത്ര, നമ്മൾ ഏത് ജീവൻ്റെ പരിണാമ ദശയിലാണോ ആ ഭേദങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ ഈശ്വരൻ നമുക്ക് ദൗർഭാഗ്യം തരുന്നു എന്ന സിദ്ധാന്തം സനാതനധർമ്മത്തിന് വിരുദ്ധമാണ്. അതൊരു ദൈവത്തെ ഭയപ്പെടുക എന്നുള്ള ഒരു സെമിറ്റിക് കാഴ്ചപ്പാട് നമ്മളെ ബാധിക്കാൻ തുടങ്ങി. സനാതനധർമ്മത്തിലെ ഈശ്വരൻ അഭയപ്രദനാണ്, ഭയം നീക്കുന്നവനാണ്, അഭയമുദ്ര തന്നെ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നവനാണ്. ഇവിടെ ഗോഡ് ഫിയറിങ് എന്ന് പറയുന്ന ഒരു സെമിറ്റിക് ആശയം നമ്മുടെ ജനതയെ ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമ്മളുടെ ധൈര്യമെല്ലാം ചോർന്ന് വീര്യമെല്ലാം ചോരുന്ന ഒരവസ്ഥയിലേക്കെത്തി. അതുപോലെ സെമിറ്റിക് മതങ്ങളിലെ അടിമ ഉടമ ബന്ധങ്ങൾ, ദൈവവും മനുഷ്യനുമായിട്ട് പറയുന്നത് സ്രഷ്ടാവ് സൃഷ്ടിബന്ധം, അടിമ ഉടമ ബന്ധമൊക്കെയാണ് അവർ പറയുന്നത്. വ്യക്തമായി കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളുടെ കുറച്ച് സമയമുള്ള ഒരു ചർച്ചയായതുകൊണ്ട് എല്ലാത്തിനെക്കുറിച്ചും വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. അസവിദ്യാ സമാജം നടത്തുന്ന ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുത്താൽ വ്യക്തമായതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും. എല്ലാ വെള്ളിയാഴ്ച ദിവസം 11 മണിക്ക്, ഞായറാഴ്ച ദിവസം 11 മണിക്ക്, 3 മണിക്ക് ഒക്കെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ ബാച്ച് ഈ വ്യാഴാഴ്ച 17-ാം തീയതി 3 മണിക്ക് ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സൗജന്യമായി തന്നെ പഠിക്കാൻ പറ്റുന്നൊരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിവസം അസവിദ്യാസമാജം മറ്റൊരു പദ്ധതി പറയുകയുണ്ടായി. അസവിദ്യാസമാജം പേജുകളിലൂടെ ആ പദ്ധതി വെളിവാക്കി. അത് സനാതനധർമ്മത്തെ ഓൺലൈനായിട്ട് പരിചയപ്പെടുത്തുന്നൊരു പദ്ധതിയാണ്. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് സനാതനധർമ്മത്തെ പരിചയപ്പെടുത്തുന്ന പദ്ധതിയാണ്. 7 ഭാഷകളിലാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, ഈ 7 ഭാഷകളിലാണ് നമ്മൾ ആ കോഴ്സ് ആരംഭിക്കാൻ പോകുന്നത്. ഈ
വിജയദശമി ദിവസം മുതൽ നമ്മൾ ആദ്യ പാഠങ്ങൾ അയച്ചു തുടങ്ങും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. സനാതനധർമ്മം എന്തെന്ന് അറിയില്ലാത്തവർ, അതിനെക്കുറിച്ച് നിരവധി സംശയങ്ങളും ചോദ്യങ്ങളുമുള്ളവർ, ഇതിൻ്റെ എതിരാളികൾ, പ്രഖ്യാപിത ശത്രുക്കൾ, സ്വയം പ്രഖ്യാപിത ശത്രുക്കൾ, നമുക്കാരുടെ ശത്രുതയില്ല, പക്ഷെ സനാതനധർമ്മത്തെ ശത്രുക്കളായിട്ട് കാണുന്ന നിരവധി ആൾക്കാരുണ്ട്. സ്വന്തം പൈതൃകമാണ് എങ്കിൽ പോലും അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ബ്രെയിൻ വാഷിങ്ങിന് വിധേയരായ ചില ശക്തികളുണ്ട്. അവർ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുന്നയിക്കുന്ന എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടികൾ പ്രമാണസഹിതം കൃത്യമായി നൽകിക്കൊണ്ടാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മളുടെ ഫേസ്ബുക്ക് പേജുകളിലുണ്ട്. നിങ്ങൾ ദയവായി ചേരുക, പരമാവധി എല്ലാവരെയും ചേർക്കുക. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രായം വ്യത്യാസമൊന്നുമില്ല, മതവ്യത്യാസമില്ല, ഏത് മതത്തിൽപ്പെട്ടവർക്കും പഠിക്കാൻ കഴിയും. മതവിശ്വാസമോ ഈശ്വര വിശ്വാസമോ ഇല്ലാത്തവർക്കും പോലും അത് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തുക. കോടിക്കണക്കിന്, ഒരു വർഷം കൊണ്ട് കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് സനാതനധർമ്മം എത്തിക്കുക എന്നുള്ളതാണ് ആശയവിദ്യാ സമാജത്തിൻ്റെ ഉദ്ദേശം. ഈ വലിയ യുഗനിർമ്മാണ പദ്ധതിയിൽ എല്ലാ രീതിയിലും പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഞാനിപ്പോൾ സൂചിപ്പിച്ച വിഷയങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായ പഠനങ്ങൾ ഇതുപോലുള്ള കോഴ്സുകളിൽ മാത്രമേ നടത്താൻ സാധിക്കൂ. ഇവിടെ ചില സൂചനകൾ മാത്രമേ നൽകാൻ സാധിക്കൂ. അതേ സമയപരിമിതി മൂലം എനിക്കതിനെ കഴിയൂ. അതുകൊണ്ട് ഞാനിവിടെ ചില സൂചനകൾ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ അതിനെ കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആശയവിദ്യാ സമാജവുമായി ബന്ധപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ദൈവഭയം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് സനാതനധർമ്മത്തിനില്ല. അതുപോലെ പ്രതിഫലം, ദൈവത്തോട് പ്രതിഫലം ചോദിക്കുക, ഒരു കോൺട്രാക്റ്റ്, നമ്മളെന്തെങ്കിലും വഴിപാട് ചെയ്തതിന് പകരം ചോദിക്കുന്ന ഒരു കാഴ്ചപ്പാടും സനാതനധർമ്മത്തിനില്ല. പക്ഷെ ഇപ്പോഴൊക്കെ നിർഭാഗ്യവശാൽ നമ്മുടെ ജനതയിൽ ഇതൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ സെമിറ്റിക് മതക്കാർ തന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ബൗദ്ധമത, ജൈനമത കൺസെപ്റ്റുകൾ അങ്ങനെയില്ല, അവർക്ക് പോലും അങ്ങനെയില്ല. ലൗകിക ബന്ധങ്ങളിൽ പോലും നിഷ്കാമമായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കണം എന്നാണ് നമ്മുടെ കർമ്മയോഗം നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ദൈവത്തോടുള്ള ആരാധനയിൽ പ്രതിഫലം ചോദിക്കുന്ന ചിന്താഗതി എങ്ങനെ നമുക്ക് കടന്നു വന്നു? അത് ഇസ്ലാമിനുണ്ട്. ഇസ്ലാമിൽ ഒരു അടിമയാണ്, അബ്ദുലാണ് ഒരു വിശ്വാസി. മബൂദ, യജമാനനാണ് അള്ളാഹു. അടിമ ഉടമയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന അടിമവേല, ഇബാദത്ത് ആണ് അവരുടെ നിസ്കാരം, റംസാൻ വ്രതം, സക്കാത്ത്, ഹജ്ജ് പോലുള്ള കാര്യങ്ങൾ. ഈ അടിമവേലയിൽ പ്രസാദിച്ചുകൊണ്ട് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഈശ്വരാരാധന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാമ്യമാണ്, ആധ്യാത്മികമല്ല. അതാണ് ഊർധ്വലോകങ്ങളെന്ന് പറയുന്ന സ്വർഗപ്രാപ്തി പോലും കാമ്യ വിഭാഗത്തിലാണ് വരിക. അതിനെപ്പറ്റി അത് ആലോചിച്ചുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും കർമ്മങ്ങൾ, യാഗകർമ്മങ്ങളോ പുണ്യകർമ്മങ്ങളോ ചെയ്താൽ പോലും ഇത് ആധ്യാത്മിക സാധനയായി നമ്മൾ അംഗീകരിക്കാറില്ല. കാമ്യ സാധനയായി മാത്രമേ അംഗീകരിക്കൂ. നമ്മളിലെല്ലാം വ്യാപിച്ചിരിക്കുന്ന സർവന്തര്യാമിയായി വിളങ്ങുന്ന സച്ചിദാനന്ദ സ്വരൂപനെ സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനം മാത്രമേ ആധ്യാത്മികമായിട്ട് സനാതനധർമ്മം ഉൾക്കൊള്ളുന്നുള്ളൂ. അത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയാണ്. സ്വർഗങ്ങളെക്കുറിച്ചൊക്കെ സനാതനധർമ്മം പറയുന്നത് ഭൂമിയിലെ ജീവിതം ഇരുമ്പ് ചങ്ങലയാണെങ്കിൽ സ്വർഗത്തിലെ ജീവിതം സ്വർണ്ണച്ചങ്ങലയാണെന്ന വ്യത്യാസമാണുള്ളത്. അതുമാത്രമല്ല, വിശ്വാമിത്രനെ പോലുള്ള മഹർഷിമാർക്ക് സ്വർഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ തപശക്തി കൊണ്ട്. അപ്പോൾ നമ്മുടെ തപശക്തി കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിലേക്ക് പോയി വസിക്കുക എന്നുള്ളതായിരുന്നില്ല സനാതനധർമ്മികളുടെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന വ്യത്യാസങ്ങളെ കൊണ്ട് പക്ഷേ നമ്മുടെ ജനത ഇതെല്ലാം ബാധിക്കാൻ തുടങ്ങി. അതുപോലെ മനുഷ്യൻ പാപിയാണെന്നുള്ള കാഴ്ചപ്പാട്, ശപിക്കപ്പെട്ടവനാണ്, ഭ്രഷ്ടനാണ് എന്നുള്ള കാഴ്ചപ്പാടൊക്കെ ക്രിസ്തു മതത്തിൽ നിന്ന് കിട്ടിയതാണ്. സ്വർഗ്ഗനരക വർണ്ണന, ഇവരൊക്കെ പറയുന്ന സ്വർഗ്ഗനരകങ്ങളെയൊക്കെ അനുകരിച്ചുകൊണ്ടുള്ള ചില വർണ്ണനകളൊക്കെ പിന്നീടുണ്ടായ പുരാണങ്ങളിലൊക്കെ സ്ഥാനം പിടിച്ചു. അതെല്ലാം ഈ സെമിറ്റിക് സ്വാധീനത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. സനാതനധർമ്മം ഇതുപോലെ എണ്ണിപ്പറഞ്ഞുള്ള ശിക്ഷ അങ്ങനെയൊന്നും അംഗീകരിക്കുന്നില്ല. അതുപോലെ സൃഷ്ടി സിദ്ധാന്തമൊക്കെ ശാസ്ത്രം പറയുന്നൊരു സൃഷ്ടി സിദ്ധാന്തമാണ് സനാതനധർമ്മം പറയുന്നത്. എന്ന് വെച്ചാൽ ബോധത്തിൽ നിന്ന് ഊർജം, ഊർജത്തിൽ നിന്ന് ദ്രവ്യം, ദ്രവ്യം വീണ്ടും ഊർജ്ജമായി മാറുന്നു, ബോധമായി വിലയം പ്രാപിക്കുന്ന രീതിയിലുള്ള സത്വ രജസ് തമോ സിദ്ധാന്തമാണ്
ശാസ്ത്രം അംഗീകരിക്കുന്നത് ആ രീതിയിലാണ്. അല്ലാതെ ശൂന്യതയിൽ നിന്ന് 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്ന സെമിറ്റിക് സങ്കല്പമല്ല ഉള്ളത്. പക്ഷെ ഇത് നമ്മുടെ ജനതയെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈശ്വരനോടുള്ള ധർമ്മത്തോടുള്ള, ഈശ്വരൻ ആരാണ് എന്നുള്ള അറിവില്ലായ്മ, ഈശ്വരനോടുള്ള ധർമ്മവും മഹാപുരുഷന്മാരുടെ ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതിരിക്കുക, ഈശ്വരയജ്ഞവും ആർഷയജ്ഞവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതിരിക്കുക എന്ന് പറയും ശാസ്ത്രഭാഷയിൽ പറഞ്ഞാൽ. മഹാന്മാരുള്ള കടമ ചെയ്യേണ്ടത് അവരുടെ ജീവിതം പഠിച്ചും അവരുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടും പ്രചരിപ്പിച്ചും കൊണ്ടാണ്. ഈശ്വരനോട് ആരാധനയല്ല, ഉപാസനയാണ് വേണ്ടത്. ഉപാസനയും ആരാധനയും തമ്മിൽ വ്യത്യാസം പോലും നമ്മുടെ ജനത മറന്നുപോയി. ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ പറ്റിയ, പഠിപ്പിക്കാൻ പറ്റിയ ആധ്യാത്മിക ശാസ്ത്ര പഠന കളരികളില്ലാത്തതാണ് ഇതിനെല്ലാത്തിനും കാരണം. അതുപോലെ ത്രിമൂർത്തി സങ്കല്പം, അങ്ങനെ പല തെറ്റായ പ്രവണതകളൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാകാൻ തുടങ്ങി. മതഗ്രന്ഥവാദം, ക്രിസ്തുമതത്തിലും ഇസ്ലാം മതത്തിലും പറയുന്ന പോലുള്ള മതഗ്രന്ഥവാദം നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങി. ശ്രാദ്ധം കൊണ്ട് മോക്ഷം ലഭിക്കുന്നുള്ള കാഴ്ചപ്പാട്, അതുപോലെ വഴിപാടിലും സ്തുതിയിലും ബലിയിലും പ്രസാദിക്കുന്ന ദൈവസങ്കല്പങ്ങൾ, അതുപോലെ വഴിതെറ്റിപ്പോയ വഴിപഴച്ചു പോകുന്ന ശാസ്ത്രങ്ങൾ, വിജ്ഞാനങ്ങൾ, സ്ഥാപനങ്ങൾ, തെറ്റായ പുരോഹിതർ. ജനതയൊക്കെ കൂടുതൽ സ്വാധീനിക്കുന്നത് യഥാർത്ഥ ആധ്യാത്മികാചാര്യന്മാരല്ല, കപട ജ്യോതിഷികളോ കപട പൂജാരിമാരോ ഒക്കെയാണ്, വാസ്തുവിദഗ്ധരോ ഒക്കെയാണ് സ്വാധീനിക്കുന്നത്. ഇവർ ആ ശാസ്ത്രം പഠിച്ചവരായിരിക്കും, ശരിയാണ്. പക്ഷേ ആധ്യാത്മിക ശാസ്ത്രം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, സനാതനം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ജനതയെ നയിക്കുന്നത് തീർച്ചയായും വ്യത്യസ്തമായ രീതിയിലേക്കായിരിക്കും. സാമാന്യ ജനത മുഴുവൻ ആശ്രയിക്കുന്ന ഈ പുരോഹിതരെ നല്ല രീതിയിലേക്ക് ട്രെയിൻ ചെയ്ത് വിടേണ്ടതുണ്ട്. ധാരാളം കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പാച്ച് വർക്ക്, പുറമേയുള്ള ചികിത്സ മാത്രം പോരാ, ഉപരിപ്ലവമായിട്ടുള്ള ഒരു സാന്ത്വനം മാത്രം പോരാ, അടിമുടിയുള്ള നവോത്ഥാനമാണ് സനാതനധർമ്മത്തിന് വേണ്ടത്. പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ ഓരോന്നിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നില്ല, പക്ഷെ ഒന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. അതുപോലെ പല പല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ഇൻഡൈജഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ, ആത്മീയാജീർണം എന്ന് പറയും. ദഹിക്കാത്ത ആശയങ്ങൾ ബ്രെയിനിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാവുന്ന രീതിയിലുള്ള പ്രവണതകൾ, സ്പിരിച്വൽ ഇൻഡൈജഷൻ, ആത്മീയാജീർണം എന്ന് പറയും, ഇൻഡൈജഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ നമ്മുടെ ജനതയെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദാർശനികമായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദർശനത്തെക്കുറിച്ചും നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും വ്യവസ്ഥാപിതമായി പഠിപ്പിക്കാൻ സംവിധാനമില്ലാത്തത് തന്നെയാണ്. എവിടെ നമ്മൾ പഠിക്കും? സനാതനധർമ്മത്തെ എവിടെ നമ്മൾ പഠിക്കും, പരിചയപ്പെടുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആർഷവിദ്യാസമാജത്തിന് അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ നേരത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ഷേത്രങ്ങളിലില്ല. ഗവൺമെൻറ് നോമിനികൾ വെച്ച് നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളിൽ മതപാഠം, ആധ്യാത്മിക പാഠങ്ങൾ വേണ്ടെന്നാണ് അവരുടെ നിലപാട്. അതേസമയം തന്നെ ഇതേ ഗവൺമെൻറ് തന്നെ നമ്മുടെ എല്ലാ മതസ്ഥരും നൽകുന്ന നികുതി പണത്തിൽ നിന്നെടുത്ത് മദ്രസകൾക്കോ സൺഡേ സ്കൂളുകൾക്കോ നൽകുവാനൊരു മടി കാണിക്കുന്നില്ല. മദ്രസാധ്യാപകർക്കും മറ്റുള്ള പുരോഹിതന്മാർക്കുമൊക്കെ ആനുകൂല്യങ്ങൾ നൽകുവാനൊക്കെ യാതൊരു മടിയുമില്ല. ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പാണ് മതേതരത്വത്തിൻ്റെ പേരിൽ നടക്കുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം നമ്മുടെ ദൗർബല്യം തന്നെയാണ്, അത് വേറൊരു കാര്യം. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത് ദാർശനികവും ആധ്യാത്മികവുമായ വിഷയങ്ങൾ, ആഭ്യന്തര വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാനിതെല്ലാം പറയേണ്ടി വന്നത്. അതുപോലെ തന്നെ ചില ആധികാരികമല്ലാത്ത ഗ്രന്ഥങ്ങൾ ഒക്കെ പിടിച്ച് ഉള്ള പ്രചരണങ്ങൾ, പുരാണങ്ങളൊക്കെ ആധികാരിക ഗ്രന്ഥങ്ങളല്ല, പിന്നീടുണ്ടായ ഗ്രന്ഥങ്ങളാണ്. അതിൽ നല്ലതും ചീത്തയുമുണ്ട്. ഈ നല്ലതെടുത്ത് തിന്മ തിരസ്കരിക്കാൻ കഴിയേണ്ടതാണ്. അങ്ങനെ അല്ലാത്തവർ പുരാണങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല. അതിലെ കഥകളിൽ സത്യമാണെന്ന് കരുതി വിശ്വസിച്ച് പോകുന്ന വളരെ അപകടകരമാണെന്ന് ആചാര്യന്മാർ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിലെ അബദ്ധ കഥകളൊക്കെ എടുത്താണ് പല ആൾക്കാരും നമ്മളെ മതം മാറ്റിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് ത്യാജ്യഗ്രാഹ്യ ബുദ്ധിയോടുകൂടിയുള്ള പഠനമാണ് പുരാണങ്ങളിൽ നടത്തേണ്ടത്. അതുപോലെ തന്നെ ചില മാമൂലുകളൊക്കെ ഇപ്പോഴും അർത്ഥമില്ലാത്ത മാമൂലുകൾക്ക് പുറകെ പോകുന്ന, അതിലേക്ക് വീണ്ടും ജനങ്ങളെ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അനാവശ്യ ശാസ്ത്രീയ വാദങ്ങളൊക്കെ ഉന്നയിച്ച് ഹിന്ദുക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നവരുണ്ട്. ചാടകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടെന്നൊക്കെ പറയുന്ന സിദ്ധാന്തങ്ങളൊക്കെ നോക്കി എത്ര ആൾക്കാരാണ് ഹിന്ദുത്വവാദികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. നിങ്ങൾ അബദ്ധങ്ങൾ പറയാതിരിക്കുക, ഉള്ളതുപോലെ തന്നെ പറഞ്ഞാൽ മതി. സനാതനധർമ്മത്തിന് എല്ലാ തരത്തിലുള്ള മേന്മകളും നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. പിന്നെ അനാവശ്യമായ അതിവാദങ്ങളോ അവകാശവാദങ്ങളോടോ തെറ്റായ അവകാശവാദങ്ങളുടെ കാര്യമില്ല. ഇപ്പോൾ വെടിക്കെട്ട്, വെടിവഴിപാട്,
അത് ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ പറയുകയാണ് വെടിവഴിപാട് കൊണ്ട് അന്തരീക്ഷത്തിലെ വൈറസ് ബാക്ടീരിയ നശിക്കും. എന്താണ് തെളിവ്? വൈറസ്, ബാക്ടീരിയ, ഫംഗസ് പോലുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് പരിശോധിക്കപ്പെടാൻ പറ്റുന്ന കാര്യമാണ്. വെടിവഴിപാട് കൊണ്ട് അത് തീരുമെന്ന് ആര് പറഞ്ഞു? വാസ്തവത്തിൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന കാര്യമാണ്. കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ വെടിമരുന്നിലൂടെ കത്തിച്ച് കളയുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ളവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രങ്ങളിൽ കരി പാടില്ല, ആന പാടില്ല, കരിമരുന്ന് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് കേൾക്കാനാണ്? അവരെല്ലാം ഈശ്വരന്മാരാക്കി പൂജിക്കും. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കില്ല. അതാണ് നമ്മുടെ അവസ്ഥ. കരിമരുന്നിലൂടെ ചെലവാക്കുന്ന പണം സനാതനധർമ്മ പ്രചാരണത്തിൽ ഉപയോഗിച്ചാൽ ലോകം മുഴുവൻ സനാതനധർമ്മികളുടേതാക്കി മാറ്റാൻ കുറഞ്ഞ വർഷങ്ങൾ മതി. പക്ഷെ അങ്ങനെ ഒരു വിവേകം പോലും നമ്മുടെ ആൾക്കാർക്കില്ല. കരിമരുന്നിനെ പറ്റിയുള്ള ചില അവകാശവാദങ്ങൾ, ചിലരുടെ അവകാശവാദങ്ങളെ കേട്ട് നമുക്ക് ചിരിവരും. പോർച്ചുഗീസുകാരാണ് ഇത് വന്ന് പ്രചരിപ്പിച്ചത്. വെടിമരുന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അവർ ശരിക്ക് അതിന് കൊണ്ടുവന്ന സാധനത്തിന് വില കിട്ടുവാൻ വേണ്ടി എല്ലാ രാജാവ് നടത്തുന്ന ക്ഷേത്രങ്ങളിൽ കരിമരുന്ന് ഉപയോഗം തുടങ്ങിപ്പിച്ചു. അവരുടെ സ്വാധീനം കൊണ്ട് ദുഷ്ടശക്തികൾ ഓടിക്കും എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയത്. അന്ന് ഫംഗസും ബാക്ടീരിയ ഒന്നും ഇല്ലല്ലോ, അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് ദുഷ്ടശക്തികൾ ഓടിക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയ സംഭവമാണ്. ഇപ്പോൾ കുറച്ചുകൂടി വിപുലമാക്കി ഫംഗസിനെയും ബാക്ടീരിയയും വൈറസിനെ നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ പ്രചരിപ്പിക്കുകയാണ്. ഇത്ര അനാവശ്യമായ ധൂർത്താണ് വെടിവഴിപാടും വെടിക്കെട്ടൊക്കെ. എത്ര അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുകൂടെ ആലോചിക്കണം. എത്ര പേരുടെ ജീവിതങ്ങൾ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കാൻ ഒരു മടി ഹിന്ദുക്കൾ കാട്ടുന്നില്ല. ആന എഴുന്നള്ളിപ്പിന് വേണ്ടി ആന എന്നുള്ള ഒരു മൃഗത്തെ ഏറ്റവും അധികം ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആന ഉടമകൾ ചിലപ്പോൾ ആർഷവിദ്യാ സമാജത്തിനെതിരായേക്കാം. നിങ്ങളുടെ ബിസിനസ് മുട്ടിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ വെടിക്കെട്ട്, വെടിമരുന്ന് കച്ചവടം നടത്തുന്നവരുടെ പണി പൂട്ടിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഹിന്ദു സമൂഹത്തെ ബാധിച്ചത് എങ്ങനെയാണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. സനാതനധർമ്മം പ്രചരിപ്പിക്കാനായിട്ടുള്ള ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടിയും ഒരു രൂപ പോലും കൊടുക്കാൻ ആൾക്കാർ മടിക്കുന്ന സമയത്താണ് ഇതുപോലെ കത്തിച്ച് കളയുന്നത്. അതിൻ്റെ വേദന കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമാണുള്ളത്. അതാണുള്ളൂ. ആരുടെയും പണി മുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ വരുമാനം തകർക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. അതുപോലെ തന്നെ ക്ഷേത്രതന്ത്രത്തിലൊക്കെ അനാവശ്യ ചടങ്ങുകളും ചെലവുകളൊക്കെ ക്ഷേത്രം പണിയുക എന്ന് പറഞ്ഞ് വലിയൊരു നഷ്ടക്കച്ചവടം പോലെയാണ് ഇപ്പോൾ. ഓരോ ക്ഷേത്രങ്ങളിലും പുനർനിർമ്മാണത്തിന് വേണ്ടിയൊക്കെ കോടികളാണ് ചെലവിടുന്നത്. പുതിയ ക്ഷേത്രം പണിയുക എന്ന് പറഞ്ഞാൽ വളരെയധികം പണച്ചെലവുള്ള കാര്യമാക്കിയിരിക്കുന്നു. തന്ത്രിമാരുടെയും പൂജാരിമാരുടെയൊക്കെ ചില ദക്ഷിണകളൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോകും. ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ വളരെ സങ്കടങ്ങൾ അനുഭവിക്കുമ്പോൾ ചില പൂജയ്ക്കൊക്കെ വിളിക്കുന്ന ചില സ്പെഷ്യൽ പൂജയ്ക്ക് വിളിക്കുന്നവരുടെയൊക്കെ ദക്ഷിണ കേട്ടാൽ ഞെട്ടിപ്പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ മുന്നോട്ട് നയിക്കേണ്ട ആൾക്കാരുടെ പലരുടെ പെരുമാറ്റങ്ങൾ. അപ്പോൾ വെടിക്കെട്ട്, ആനയെഴുന്നള്ളിപ്പ്, താളമേള കമ്പങ്ങൾ, ഇപ്പോൾ പുതിയ ആൾക്കാർ സ്പിരിച്വൽ ചില ഉപകരണങ്ങളോട് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്പിരിച്വൽ വൈബ്രേഷൻസിനെയൊക്കെ, സ്പിരിച്വൽ ശക്തിയൊക്കെ അളക്കാൻ ചില ആധുനിക ഉപകരണങ്ങളുമായിട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ ഹിന്ദു സമൂഹത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയായ ഒരു കാര്യമാണെങ്കിൽ സ്വീകരിക്കാൻ ഒന്നും മടി കാണിക്കേണ്ടതില്ല. പക്ഷേ പലതും ഇനിയും തെളിയിക്കപ്പെടേണ്ട പല കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഹിന്ദുക്കളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എതിരെ നമ്മൾ വളരെ ജാഗ്രത പാലിക്കണം. ഇതുപോലുള്ള നിരവധി വിഷയങ്ങളുണ്ട് ആധ്യാത്മിക ദാർശനിക മേഖലയിൽ ആഭ്യന്തരമായിട്ട്. ഇവയെല്ലാം നമ്മൾ ചെറുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ദർശനങ്ങളെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചും ഇതര മതങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം അത്യാവശ്യമാണ്. ആർഷവിദ്യാ സമാജം നടത്തുന്ന ആധ്യാത്മിക ശാസ്ത്രം കോഴ്സ് അതിന് ഒന്നാന്തരം ചികിത്സയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അതുപോലെ തന്നെ സമൂഹത്തിൽ ബാധിച്ചിരിക്കുന്ന പല കുഴപ്പങ്ങളുണ്ട്. കുടുംബത്തിൽ ബാധിച്ചിരിക്കുന്ന പല വിഷയങ്ങൾ. ഉദാഹരണത്തിന് പല കുടുംബങ്ങളും തകർച്ചയിലാണ്. ഓരോ ദിവസവും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് പോകുന്ന ഭാര്യമാരെ ഉപേക്ഷിച്ച് പോകുന്ന ഭർത്താക്കന്മാരുടെ എണ്ണം കൂടുകയാണ്. മക്കളുണ്ടെങ്കിൽ പോലും ഉപേക്ഷിച്ച് പോകാൻ യാതൊരു മടിയില്ല. ഇന്ന് ഒരാളെന്നെ വിളിച്ചിരുന്നു. ഒരു സ്ത്രീ മക്കളും 18 വയസ്സ് പൂർത്തിയായ മകളും 8 വയസ്സുകാരനായ മകനുമുള്ള ഒരു സ്ത്രീ ഭർത്താവിനെ വിട്ട് ഒരാഴ്ച മാത്രം പരിചയമുള്ള ഒരു യുവാവിൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടിയിരിക്കുന്നു. ചിലർക്ക് ഇങ്ങനെയുള്ള
വീട്ടമ്മമാരെ തട്ടിക്കൊണ്ടുപോകാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലാണ് അവസ്ഥകൾ. അപ്പോൾ അങ്ങനെ കുടുംബങ്ങളുടെ വിഷയങ്ങൾ എല്ലാവർക്കും പ്രീ മാരേജ് കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിൽ എങ്ങനെ ഭാര്യാഭർത്താക്കന്മാർ അന്യോന്യം സ്നേഹമായിട്ട് നിലനിൽക്കണമെന്ന് പഠിപ്പിക്കാതെ, കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നുള്ള പേരൻറ്റിങ് കോഴ്സ് പഠിക്കാതെ ഒരാളെയും വിവാഹം കഴിക്കാൻ അനുവദിക്കരുത്. അത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായി മാറും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുടുംബപരമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് നേരിടാൻ കഴിയണം. അതുപോലെ സാമ്പത്തിക തകർച്ചയിലുണ്ട് ഹിന്ദു സമൂഹം. കടക്കെണി, ഉപഭോഗ ഭ്രാന്തുകൾ, അതുപോലെ തന്നെ മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ഇതിനൊക്കെ ഉപഭോഗത്തിൽ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വീഴുന്നുണ്ട്. ലഹരി ഉപയോഗത്തിലൊക്കെ വീഴുന്നുണ്ട്. പുകയില മുറുക്ക് ഇപ്പോൾ കുറച്ചൊക്കെ തീർന്നിട്ടുണ്ട്. ഈ പുകയില കൂട്ടിയുള്ള മുറുക്ക് തന്നെ പോർച്ചുഗീസുകാർ തന്നതാണ്. അതിനു മുമ്പ് ആയുർവേദം പറയുന്ന ഒരു താമ്പൂല ചർവണം ഉണ്ടായിരുന്നു. സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ താമ്പൂല ചർവണം കൊണ്ട് വായ്ക്കും മോണയ്ക്കും പല്ലിനും നാക്കിനും എല്ലാം നല്ലതായിരുന്നു. ഇതാണ് ആയുർവേദ വിധിപ്രകാരമുള്ള താമ്പൂല ചർവണം. ഈ സുഗന്ധദ്രവ്യങ്ങൾ കൈക്കലാക്കാൻ വന്ന പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുമെന്നറിയാമോ? സുഗന്ധദ്രവ്യങ്ങൾ അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോവുകയും പകരം പുകയില തരികയും ചെയ്തു. അങ്ങനെയാണ് ക്യാൻസറൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. പുകയില കൂട്ടിയുള്ള മുറുക്ക് കേരളത്തിൽ ആരംഭിച്ചത് അങ്ങനെയാണ്. അപ്പോൾ പുകയിലയുടെ പിന്നെ വകഭേദങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്ന് കുടുംബത്തെ നമ്മൾ വിമുക്തമാക്കാൻ കഴിയണം. അതുപോലെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മാത്രം മതിയെന്നുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റണം. സ്വന്തം കാര്യം മാത്രം നോക്കണ എന്ന് മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തിരുത്തണം. വിവേകാനന്ദൻ നല്ലതാണ്, നിവേദിത മഹതിയാണ്, പക്ഷെ എൻ്റെ മകനോ മകളോ അങ്ങനെ ആവണ്ടെന്നൊരു ചിന്താഗതി തിരുത്തണം. സാമൂഹ്യ പ്രശ്നങ്ങൾ, രാഷ്ട്ര പ്രശ്നങ്ങൾ, ഇന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാതെ, ചരിത്രം പഠിപ്പിക്കാതെ വളർത്തുന്ന മനോഭാവം തീർക്കണം, അവസാനിപ്പിക്കണം. ധാരാളം മതപരിവർത്തനങ്ങളെല്ലാം വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇവയൊക്കെ നേരിടുന്നൊരു പ്രസ്ഥാനമെന്ന നിലയിൽ രാഷ്ട്രവിദ്യാ സമാജത്തിന് ശക്തമായി പറയാൻ കഴിയും. ഞങ്ങളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയാൻ കഴിയും. സനാതനധർമ്മത്തെക്കുറിച്ചോ ചരിത്രം വർത്തമാനം ഇവയെക്കുറിച്ചോ മനസ്സിലാകാത്തവരാണ് ഇത് പെട്ടുപോകുന്നത്. അപ്പോൾ സനാതനധർമ്മത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും വർത്തമാനകാല അനുഭവങ്ങളെക്കുറിച്ചും നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കണം. അച്ഛനമ്മമാർക്ക് ആ ബോധം ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ട് വ്യാപിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അച്ഛനമ്മമാരും കുട്ടികളും ഒരേ സമയം പഠിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇതിനൊക്കെ ചെറുക്കാൻ കഴിയണമെങ്കിൽ. അതുപോലെ വീട് പണിയിലുള്ള ആർഭാടം, വിവാഹം, ആഭരണ ഭ്രാന്ത്, പണ്ട് തിരണ്ട് കല്യാണം പോലുള്ള അനാവശ്യമായ ചടങ്ങുകളൊക്കെ ശ്രീനാരായണ ഗുരുദേവനൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും പലയിടത്തും അത് തുടരുന്നുണ്ട്. ഇവിടെ പലരും നിലവിളക്കോ നാമജപമോ ഒന്നുമില്ല, സന്ധ്യാവന്ദനമോ സാധനകളോ ഇല്ല. TV സീരിയലിന് മുന്നിലാണ്. അത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ്. ആ TV സീരിയൽ ഒരാളുടെ തലയിൽ ഉദിച്ച ചില ആശയങ്ങൾ വെച്ചിട്ടാണ് ഓരോ കുടുംബം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെ കഥാപാത്രങ്ങൾ സ്വയം തങ്ങളാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങളും കലഹങ്ങളാണിപ്പോൾ. TV സീരിയലിന് മുന്നിലാണ് ആൾക്കാരിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാഷൻ, പൈസയോടുള്ള, ജോലിയോടുള്ള ആർത്തി, കടക്കിണി, കുടുംബത്തകർച്ച, ഇതുപോലെ നിരവധി വിഷയങ്ങളാണ് നമ്മളൊരു കുടുംബപരമായിട്ട് ഹിന്ദുക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബം ഒരു സ്വർഗമാണെന്നുള്ള കാഴ്ചപ്പാട് മാറി കുടുംബം ഒരു പ്രശ്ന കാരണമായിട്ട് മാറുന്നൊരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തടയാനും സനാതനധർമ്മത്തിന് മാത്രമേ കഴിയൂ. അത് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. അതുപോലെ തന്നെ സാമൂഹികപരമായ ഹിന്ദുക്കൾ പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ കാര്യമെടുത്ത്, കൃഷിയെടുത്താൽ, വ്യവസായം, വ്യാപാരം, അടിസ്ഥാന സൗകര്യങ്ങൾ, ജോലി, സ്വാധീനങ്ങൾ, രാഷ്ട്രീയ സ്വാധീനമോ സാംസ്കാരിക സ്വാധീനമോ, സേവനം, വിദ്യാഭ്യാസം, ടൂറിസം, സ്കൂൾസ്, കോളേജുകൾ എണ്ണെടുത്താൽ, അനാഥ മന്ദിരങ്ങൾ, ഹോസ്പിറ്റലുകൾ, സിനിമ, കലാ, സാഹിത്യം, ബുദ്ധിജീവികൾ, ഈ മാധ്യമങ്ങൾ, ഇവയൊക്കെ എടുത്താൽ ഹിന്ദു വളരെ പിന്നോക്കമാണെന്ന് കാണുവാൻ കഴിയും. അവൻ്റെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചോ സാമ്പത്തിക ശക്തിക്കോ ഗുണങ്ങൾക്കോ കഴിവുകൾക്കോ അനുസരിച്ചുള്ള സംരംഭങ്ങൾ ഇനിയും ഉണ്ടാവുന്നില്ല. ഇതൊക്കെ നമ്മുടെ മാത്രം വിഷയങ്ങളാണ്, മറ്റുള്ളവരുടെ വിഷയങ്ങളല്ല. അതുകൊണ്ടാണ് ഇത് ആഭ്യന്തര വിഷയമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിനാരും ഉത്തരവാദികളല്ല, നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. ക്രിസ്ത്യാനിയോ മുസ്ലിങ്ങളോ രാഷ്ട്രീയക്കാരോ ഒന്നും അല്ല ഉത്തരവാദികൾ, നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. അതുപോലെ ജാതിഭ്രാന്ത്, നായരെന്ന് പറയാനോ ഈഴവനെന്ന് പറയാനോ ബ്രാഹ്മണനെന്ന് പറയാനോ അഭിമാനിക്കുന്ന നമുക്ക് ഹിന്ദു എന്ന് പറയാൻ ഇപ്പോഴും മടിയുണ്ട്. രാഷ്ട്രീയക്കാരങ്ങനെ തന്നെയാണ്. ജാതി സമ്മേളനങ്ങളൊക്കെ പോവും, പക്ഷേ ഹിന്ദു സമ്മേളനങ്ങൾ വരാൻ രാഷ്ട്രീയക്കാർ മടിക്കുകയാണ്. കാരണം ഹിന്ദു എന്ന രീതിയിലുള്ള ഒത്തൊരുമുണ്ടാകുന്നില്ല. അതുപോലെ പല ഹിന്ദു ചെറുപ്പക്കാർക്കും പെണ്ണ് കിട്ടാത്ത അവസ്ഥ വരെയുണ്ട്.
3 കാര്യങ്ങളാണ്. 1 ജാതി, 2 ജോലി, 3 ജാതകം. ഈ 3 ജാകൾ കൊണ്ട് നമ്മുടെ ഹിന്ദു ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും അവർക്ക് വരനെയോ വധുവിനെ കിട്ടാത്ത അവസ്ഥയാണുള്ളത്. കല്യാണം മുടക്കുന്നൊരു വില്ലനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചൊവ്വാദോഷം പോലുള്ള കാര്യങ്ങളൊക്കെ. വാസ്തവത്തിൽ കല്യാണങ്ങൾക്ക് പൊരുത്തശോധന എന്ന് പറയുന്ന കാര്യം പോലും അടുത്ത കാലത്തുണ്ടായതാണ്. പണ്ട് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ ജാതക പരിശോധന വച്ചൊന്നുമല്ല വധൂവരന്മാർ നിശ്ചയിച്ചിരുന്നത്. പിന്നെ ചൊവ്വാദോഷം പോലുള്ള കാര്യങ്ങളൊക്കെ ചില ജ്യോതിഷികൾ അമിതമായി ശിക്ഷിച്ച് പറയുന്നതാണെന്ന് ജ്യോതിഷികൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ജാതകത്തിൻ്റെ പേരിലുള്ള ജോലി, സർക്കാർ ജോലി ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കൂ എന്നുള്ള ചിലരുടെ നിലപാടുകൾ, ഇവയെല്ലാം നമ്മൾ മാറ്റേണ്ടതാണ്. പിന്നെ ജാതിഭ്രാന്ത് ഒരു മുസ്ലിമായിട്ട് മാറിയാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട സ്ത്രീയെ ഒരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഇപ്പോഴും വലിയ പ്രശ്നമാണ്. പക്ഷേ ഈ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട പെണ്ണ് മതം മാറിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഏത് മതവിഭാഗത്തു നിന്ന് ഇസ്ലാമിലേക്ക് മാറിയ ഒരാളെയും കല്യാണം കഴിക്കാം. ഇങ്ങനെയുള്ള പല തെറ്റായ കാഴ്ചപ്പാടുകൾ കൊണ്ട് ധാരാളം കുഴപ്പങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നാം തന്നെ പരിഹരിക്കേണ്ട കാര്യമാണ്, മറ്റുള്ളവർ പരിഹരിക്കേണ്ട കാര്യമല്ല. പിന്നെ അമിത രാഷ്ട്രീയ ഭ്രാന്ത്. തീർച്ചയായും രാഷ്ട്രീയത്തിൽ ഇടപെടണം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ വോട്ടിന് പ്രാധാന്യമുണ്ട്, വോട്ട് ചെയ്യാതിരിക്കരുത്. ഒരു രാഷ്ട്രീയപരമായ ബോധവൽക്കരണം ഉണ്ടാവണം. പക്ഷേ അമിത രാഷ്ട്രീയവൽക്കരണം നമുക്ക് അപകടകരമാണ്. കാരണം വലിയൊരു ഹിന്ദു ഐക്യത്തിന് അമിത രാഷ്ട്രീയവൽക്കരണം ആപത്താണെന്ന് കൂടെ പറയണം. അതുകൊണ്ട് അങ്ങനെ അല്ല പോകേണ്ടത്. പിന്നെ സംഘടനാ ഭ്രാന്ത്. ഹിന്ദു സമൂഹത്തിനിടയിൽ തന്നെ പല സംഘടനകളുണ്ട്. ധാരാളം സംഘടനകൾ വലിയ സേവനങ്ങൾ ഹിന്ദു സമൂഹത്തിന് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പുതിയ പുതിയ സംഘടനകൾ കൂണുപോലെ മുളച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം നല്ലതായിട്ട് എടുക്കണമെന്നുള്ള അഭിപ്രായമാണ് ആർഷവിദ്യാ സമാജത്തിന്. പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കണം. പക്ഷേ ഇപ്പോൾ സംഘടനാ ഭ്രാന്ത് ഒരു ജാതി ഭ്രാന്ത് പോലെ, കൾട്ട് ഭ്രാന്ത് പോലെ വന്നിട്ട് തമ്മിൽ തല്ലുന്നൊരവസ്ഥ പോലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവയെ നമുക്ക് അവസാനിപ്പിക്കണം. പല പല ആധ്യാത്മിക വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ അവസാനിപ്പിക്കണം. ജാതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. ഹിന്ദു സംഘടനകൾ തമ്മിലുള്ള വിഷയങ്ങൾ പോലും അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ധാരാളം മേഖലയിൽ ഇതുണ്ട്, പ്രശ്നങ്ങളുണ്ട് ആഭ്യന്തരമായ രീതിയിൽ. ജാതി പ്രശ്നം പണ്ടേ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞ ജാതി വീണ്ടും കുത്തിപ്പൊക്കിയിട്ട് ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാനുള്ള സമർത്ഥമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് കേരളത്തിൻ്റെയെങ്കിലും നവോത്ഥാന ചരിത്രം പഠിപ്പിക്കണം. നമ്മൾ സവർണ ആവർണ ഭേദമന്യേ നമ്മുടെ പൂർവികന്മാർ ഒരുമിച്ച് നടത്തിയ സമരങ്ങളുടെ ഫലമായിട്ടാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടായതെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ മാത്രമേ ഈ ജാതി പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന സംരംഭങ്ങൾ തീരുകയുള്ളൂ. പണ്ടത്തെ കാല തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നൊരു തലമുറയാണ് ഇപ്പോഴത്തെ ഹിന്ദു ജനത. ആ പ്രായശ്ചിത്തത്തിൽ കടന്നുകൂടി ഒരു അവകാശവുമില്ലാതെ ആനുകൂല്യം മേടിക്കുന്ന മുസ്ലിം വിഭാഗക്കാരാണ് ഹിന്ദുക്കളെ തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാതിയുടെ പേരിലുള്ള അവശത ഒരിക്കലും മുസ്ലിങ്ങൾ അനുഭവിച്ചിട്ടില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം രാജാക്കന്മാർക്ക് പ്രിയങ്കരായിരുന്നു. മഹാപിള്ളസ്ഥാനം, മാപ്പിളസ്ഥാനം കൊടുത്തവരായിരുന്നു സാമൂതിരി രാജാവും കോലത്തിരി രാജാവൊക്കെ. അവർക്കൊക്കെ നല്ല ശിക്ഷ കൊടുത്തു എന്നുള്ള വേറെ കാര്യം. ഇവർ തന്നെ കൊടുത്തു, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ഒരു വലിയ വിഭാഗം, അന്നത്തെ ഏറ്റവും ഉയർന്ന വിഭാഗമായിട്ടാണ് ഹിന്ദു രാജാക്കന്മാർ പോലും മുസ്ലിങ്ങളെ കണ്ടിരുന്നത്. ഹൈദരാലിയുടെ ആക്രമണവും അറക്കൽ രാജാവിൻ്റെ മുന്നേറ്റവും ടിപ്പു സുൽത്താൻ്റെ ആക്രമണവും മാപ്പിള ലഹളകളൊക്കെ വന്നപ്പോൾ ഹിന്ദുക്കളുടെ സ്വത്ത് മുഴുവൻ ഇവിടുത്തെ ചില മുസ്ലിം ധനികരുടെ കയ്യിലാകുന്ന അവസ്ഥകൾ വരെ വന്നു. ഇങ്ങനെ അവർ വലിയൊരു ഭരണീയ ജനതയായിട്ട് മാറി. ഇത് കേരളത്തിലെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കുറച്ച് മാപ്പിള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മാപ്പിള സഹോദരന്മാർ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഏത് സമൂഹത്തിലും ഉണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിലോ ജോലിയിലോ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരവസ്ഥ കൊണ്ടും അവരിന്ന് അകറ്റപ്പെടാറുണ്ട്. വിദ്യാഭ്യാസത്തിന് പോകാനുള്ള മനോഭാവമില്ലാതിരിക്കുക, ഒരു മുസ്ലിം വിരുദ്ധ സർക്കാരിൽ നിന്ന് ജോലി മേടിക്കേണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള ജമായത്തെ ഇസ്ലാമിയുടെ പ്രബോധനങ്ങളൊക്കെ കൊണ്ട് ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്ന മുസ്ലിം വിഭാഗക്കാർ ധാരാളമുണ്ട്. ഇനി ഉത്തരേന്ത്യയിലാണെങ്കിൽ അവർ ഭരിച്ചതാണ്, അവിടെ ഹിന്ദുക്കളെ ഭരിച്ചവരാണ്. പക്ഷേ അവരെല്ലാം ഇപ്പോൾ 2 തരത്തിലുള്ള ആനുകൂല്യം, ഒന്ന് ന്യൂനപക്ഷങ്ങൾ എന്ന രീതിയിലുള്ള ആനുകൂല്യം പറ്റുന്നു, ജാതിയുടെ പേരിലുള്ള സാമുദായിക സംവരണത്തിൽ OBC വിഭാഗത്തിനും കയറിക്കൂടിയിരിക്കുന്നു. ഒരിക്കലും അവർക്കൊരു യാതൊരു വിവേചനവും നേരിടേണ്ടി വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ജാതിയുടെ വിവേചനം നേരിടുവാനായി ഇസ്ലാമിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ട്.
ഭരണീയ ജനതയായിരുന്നു അവർ, ഭരിച്ചവരായിരുന്നു. എന്നിട്ട് ഇപ്പോഴും OBC സംവരണം വാങ്ങുന്നവരുണ്ട്. അവരുടെ തന്നെ കൂട്ടത്തിലുള്ള മാപ്പിളമാരെന്ന് പറയുന്ന ചെറിയ ഒരു പാവപ്പെട്ട ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും മാപ്പിളമാർ ആ പേരിന് സംവരണം വേണമെന്നുള്ള രീതിയിലാണത് മേടിച്ചെടുക്കുന്നത്. അതെല്ലാ രാഷ്ട്രീയ കക്ഷികൾ മാറി മാറി ഭരിച്ച എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒത്താശ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ സാമുദായിക സംവരണത്തിൽ വരെ ന്യൂനപക്ഷ സംവരണത്തോടൊപ്പം തന്നെ, ന്യൂനപക്ഷ അവകാശങ്ങളോടൊപ്പം തന്നെ സാമുദായിക സംവരണത്തിലും ആനുകൂല്യങ്ങൾ പറ്റുന്നവരാണ് ഹിന്ദുക്കൾ തന്നെ പിന്നോക്കമായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാനുള്ള ചില നടപടികൾ ഉണ്ടാകുമ്പോൾ എതിർക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. അപ്പോൾ ജാതി പറഞ്ഞ് തമ്മിലടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ശത്രുക്കളുടെ എന്നത്തെയും തന്ത്രമാണ്, നമ്മളെ ഛിന്ന ഭിന്നമാക്കാനുള്ള അടവാണ്. അത് നമ്മൾ ജാഗ്രത പാലിക്കണം. അതിന് ഒന്നും വേണ്ട, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം തെളിവ് സഹിതം പഠിപ്പിച്ചാൽ മതി. ആർഷവിദ്യാസമാജത്തിന് അതിൻ്റേതായ ഒരു കോഴ്സൊക്കെ ഉണ്ട്. വ്യക്തമായി നമുക്ക് ഈ ജാതി പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുവാൻ ഉള്ള പദ്ധതിയാണ് ആ കോഴ്സിൻ്റെ പ്രചാരണം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് വളരെയേറെ ഭൂരിപക്ഷ വിവേചനങ്ങൾ നമ്മുടെ ദേവസ്വം ബോർഡ് വഴി ക്ഷേത്രങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു. അവരുടെ ഭൂമി പോലും അന്യാധീനപ്പെടുന്നു. അതിനെപ്പറ്റിയൊക്കെ പ്രതികരിക്കാൻ പോകുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറൊക്കെ ശക്തമായ പോരാട്ടങ്ങളാണ് നടത്തുന്നത്. പക്ഷെ അദ്ദേഹത്തിനൊക്കെ എത്ര ജിഹാദി ആക്രമണങ്ങളാണ് നേരിടുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് താഴെ വരുന്ന കമൻറ്റുകൾ പരിശോധിച്ചാൽ മതി. അതുപോലെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഡോക്ടർ TP സെൻകുമാർജിയുടെ പോസ്റ്റിന് താഴെ, ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ എത്രയേറെ ജിഹാദികളാണ് വന്ന് വെച്ചുണ്ടാക്കുന്നത്. ഒരു സംഘടിതമായ, കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സംഘടിതമായ പോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ രാപത്തിൻ്റെ നടുവിലാണ് ഇരിക്കുന്നത്. വളരെയധികം ജാഗ്രത വേണം. കപട മതേതരത്വം, ന്യൂനപക്ഷ പീഡനം, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, ന്യൂനപക്ഷാധിപത്യം, അഴിമതി, സ്വർണ്ണക്കള്ളക്കടത്ത്, ലഹരിമരുന്ന്, വലിയ റാക്കറ്റ്, തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മതമൗലികവാദത്തിനും ചൂട്ടുപിടിക്കുന്ന ഭരണകൂടങ്ങൾ, അങ്ങനെ രാഷ്ട്രീയ രംഗത്തുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഇതെല്ലാം ഹിന്ദുക്കളുടെ ദൗർബല്യം കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ആന്തരികമായി ഹിന്ദുക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനു പുറമെ ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. ഒന്ന്, ക്രിസ്തുമതത്തിൻ്റെ പലതരത്തിലുള്ള മതപരിവർത്തന ശ്രമങ്ങൾ. ക്രിസ്തുമതത്തിലെ എല്ലാ വിഭാഗക്കാരെയും ഞാൻ കുറ്റം പറയില്ല. പക്ഷേ അതിലൊരു ഗണ്യമായ ചില വിഭാഗക്കാർ വളരെ ആസൂത്രിതമായ രീതിയിൽ തന്നെ നമ്മുടെ ജനങ്ങളെ തട്ടിയെടുക്കുവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വിദ്വേഷ പ്രചരണം തന്നെ നടത്തുന്നവരുണ്ട്. അതിനൊക്കെയുള്ള വ്യക്തമായ മറുപടി ആർഷവിദ്യാസമാജം യൂട്യൂബ് ചാനലുകൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലെ പല വിഭാഗക്കാരും മത്സരിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ എങ്ങനെയും ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നുണ്ട്. ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞത് മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനാണ്. ഇവിടുത്തെ വർഗീയവാദികളായ ഹിന്ദുക്കളല്ല. അതുപോലെ തന്നെ ഹിന്ദു വിരുദ്ധമായ ചിന്താഗതിക്ക് എല്ലാവിധ പ്രോത്സാഹനം നടത്തുന്ന ചില ദർശനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ സ്വയം പരിശോധിക്കേണ്ട സമയമായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നും ഒരു മതേതരത്വത്തിൻ്റെ വക്താക്കളായി നിന്നിരുന്നുവെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് യാതൊരു മടിയൊന്നുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല ചെയ്യുന്നത്. മതേതരത്വത്തിൻ്റെ പേരിൽ ഒരു പ്രകടമായ ഹിന്ദു വിവേചനവും ന്യൂനപക്ഷ പീഡനവുമാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് നിരവധി തെളിവുകൾ നിരത്താനുണ്ട്. അതൊരു വിഷയമാണ്. കമ്മ്യൂണിസ്റ്റ് സഹോദരന്മാർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി നേതൃത്വത്തെ തിരുത്തുവാനുള്ള ഒരു ബുദ്ധി ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ പാർട്ടിയെ തന്നെ ജിഹാദികൾ വിഴുങ്ങുന്ന കാലം അതിവിദൂരമല്ല എന്ന് മാത്രമേ അക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. അതുപോലെ മെക്കാളയിസം, പണ്ട് തൊലിയിലും നിറത്തിലും മാത്രം ഇന്ത്യക്കാരും മസ്തിഷ്കത്തിലും ചിന്താഗതിയിലും ആശയങ്ങളിലുമെല്ലാം വെള്ളക്കാരുമായൊരു പുതിയ വർഗത്തെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മെക്കാളയിസം ഇപ്പോൾ രൂപം കൊടുത്ത പദ്ധതിയുണ്ട്. മെക്കാളയിസം അവർ പടച്ചുവിട്ട പല ദർശനങ്ങൾ, പല വാദങ്ങൾ, അവയിൽ സ്വാധീനിക്കപ്പെട്ട് ഇന്നും കഴിയുന്ന മെക്കാളയിസ്റ്റുകളായ ഒരു തലമുറ ഇന്നും ഉണ്ട്. പൂർവികരോട് പുച്ഛമാണ് അവർക്ക്. ഭാരതത്തിൻ്റെ സംസ്കൃതി എന്ന് പറഞ്ഞ പുച്ഛമാണ്. അപ്പോൾ ആർഷഭാരത സംസ്കാരം എന്ന് പറയാൻ നേരത്ത് ആർഷഭാരതത്തിൻ്റെ സം ഇട്ട് ആഭാസം എന്നൊരു പരിപാടി നടത്തുന്നവർ വരെയുണ്ട്. ഒരു മാധ്യമത്തിൽ തന്നെ ഉള്ളതാണ്. ആരും ചോദിക്കാനും പറയാനില്ല. അപ്പം അങ്ങനെ ഭാരതത്തോട്, പൂർവികരോട് മുഴുവൻ പുച്ഛം ഉണ്ടാക്കുന്നൊരു തലമുറയെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ മെക്കാളയിസ്റ്റുകൾ ഇന്നും വിജയിച്ചിരിക്കുകയാണ്.
മെക്കാളയ്ക്ക് പോലും ഇന്ന് ആ താല്പര്യം ഉണ്ടാവില്ല, കാരണം ബ്രിട്ടൻ ഇവിടെ ഭരിക്കുന്നില്ല. പക്ഷേ മെക്കാളെ സായിപ്പും കൂട്ടാളികളും തുടങ്ങിവിട്ട ആ ഒരു കാഴ്ചപ്പാട്, തുടങ്ങി വെച്ച ആ കാഴ്ചപ്പാട് ഇപ്പോഴും പിന്തുടരുന്ന നിരവധി ആൾക്കാരുണ്ട്. അതുപോലെ നക്സലിസം, വളരെയേറെ നക്സലിസവും ജിഹാദികളുമായുള്ള കൂട്ടുകെട്ട് വളരെയേറെ ആപൽക്കരമാണ്. പലവിധ തെളിവുകൾ അന്വേഷണ ഏജൻസികൾ കിട്ടുന്നുണ്ട്. അതുപോലെ ഇസ്ലാം മതത്തിലേക്ക് പോയവരെ, മതവിരുദ്ധ ഇസ്ലാം മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും പോകുന്നവരെ സനാതനധർമ്മത്തിനും സംസ്കൃതിക്കും രാഷ്ട്രത്തിനും വിജ്ഞാനങ്ങൾക്കും പൂർവികർക്കും എതിരെ, ഇവിടുത്തെ ജനതയ്ക്കും എതിരെ ഉണ്ടാക്കുന്നൊരു അണിനിരത്തുന്ന ഒരു ബ്രെയിൻ വാഷിംഗ് നടത്തുന്നുണ്ട്. അതിനൊക്കെതിരെയുള്ള ഒരു ആൻറ്റി ഇൻഡോക്ട്രിനേഷൻ, ബ്രെയിൻ വാഷിംഗ് സെൻറ്റർ കൂടിയായി ആശയവിദ്യാ സമാജം നിലകൊണ്ടിട്ടുണ്ട്. ഇത്തരം ധർമ്മവിരുദ്ധ രാഷ്ട്രവിരുദ്ധ ശക്തികളെയുമായി സംബന്ധിച്ചുകൊണ്ട് 4000-ലേറെ പേരെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 12 പേരെ മുഴുവൻ സമയ പ്രവർത്തകരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് 4 പേർ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതെല്ലാം ആശയവിദ്യാ സമാജത്തിൻ്റെ ഹ്രസ്വകാല പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാഹ്യവും ആഭ്യന്തരവുമായ പല വിഷയങ്ങൾ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രം നേരിടുന്ന വിഷയങ്ങളിൽ നമുക്കറിയാം. ഇപ്പോൾ ചൈനയുടെ കടന്നുകയറ്റം, അയൽ രാജ്യങ്ങളുടേതായ പല സമീപനങ്ങൾ, പാകിസ്ഥാൻ്റെ, അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം നമുക്ക് അനുകൂലമാണെങ്കിലും അവിടെയുള്ള താലിബാൻ ശക്തികൾ, ചൈനയുടെ കടന്നുകയറ്റം, ചൈന ടിബറ്റിനെയും ശ്രീലങ്കയെയും ഒക്കെ സ്വാധീനിക്കുന്നത്, ഇവയെല്ലാം നമ്മൾ രാഷ്ട്രം നേരിടുന്ന വിഷയമാണ്. അതുപോലെ തന്നെ ആഗോളപരമായി നമ്മൾ നേരിടുന്ന പല വിഷയങ്ങൾ കൂടിയുണ്ട്. തീവ്രവാദം, ഭീകരവാദം പോലുള്ള കാര്യങ്ങൾ നമ്മൾ നേരിടുന്നതോടൊപ്പം തന്നെ എല്ലാ ലോകരാജ്യങ്ങളും നേരിടുന്നുണ്ട്. ഇവയ്ക്കെതിരെയുള്ള പരിഹാരമായിട്ട് സനാതനം ഉണർന്നു വരേണ്ടിയിരിക്കുന്നു. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഇവിടെ ഋഷിമാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സനാതനധർമ്മം ഈശ്വരൻ നൽകിയത് ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. കൃണ്ണുന്തോ വിശ്വമാര്യം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ്. സനാതനധർമ്മം എല്ലാ രാജ്യങ്ങളിലും എത്തുന്ന ആ ദിവസം മാത്രമേ ഈ മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഉള്ള അക്രമങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത്യാചാരങ്ങളും ദുരാചാരങ്ങളും അവസാനിക്കും. അങ്ങനെയുള്ള നല്ല ഭാവിക്കായി നമ്മളെല്ലാവരും പണിയെടുക്കേണ്ടിയിരിക്കുന്നു. പരമേശ്വരൻ ആഹ്വാനം ചെയ്ത, നമ്മുടെ ഋഷികൾ, ആർഷ ഗുരുപരമ്പരകൾ സ്വപ്നം കണ്ട, നമ്മുടെ സാധകന്മാർ നിശ്ചയിച്ച, നമ്മുടെ പൂർവികന്മാർ ബലിദാനികൾ പ്രാർത്ഥിച്ച നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജന്മോദ്ദേശമായ സനാതനധർമ്മ പ്രചാരണം എല്ലായിടത്തും ഉണ്ടാക്കുക എന്നുള്ളതാണ് ആശയവിദ്യാ സമാജത്തിൻ്റെ പരിഹാരമായി കണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വളരെ വ്യക്തമായിട്ട് ആശയവിദ്യാ സമാജം പഠിപ്പിക്കുന്ന കോഴ്സുകളിൽ ഇതിനെല്ലാം, ഈ പ്രശ്നങ്ങൾക്കെല്ലാം എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്ന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ നാടെങ്ങും യഥാർത്ഥ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. യഥാർത്ഥ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ പണച്ചെലവുള്ള ഒരു ക്ഷേത്രം പണിയണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ യഥാർത്ഥ ക്ഷേത്രമാവുകയില്ല. യഥാർത്ഥ ക്ഷേത്രമാവണമെങ്കിൽ ക്ഷയാത് ത്രായത ഇത് ക്ഷേത്രം എന്നാണ്. ഒരു വ്യക്തിയെ, സമാജത്തെ എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും നിവാരണം ചെയ്യുന്നത് ഏതോ അതാണ് ക്ഷേത്രം. ആ ക്ഷേത്രങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ദേവാലയങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ആരാധനാലയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മഹാക്ഷേത്രങ്ങളെന്നുള്ള പദവിയുള്ള ദേവാലയങ്ങളാണെങ്കിലും വ്യക്തിയുടെയും സമാജത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമ്പോൾ മാത്രമേ അത് ക്ഷേത്രമായി സനാതനധർമ്മികൾ വിലയിരുത്തൂ. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. 10 പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമേ ഒരു ദേവാലയം, ആരാധനാലയം ക്ഷേത്രമായി മാറുകയുള്ളൂ. ഈ 10 പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 അനുഷ്ഠാനം, 2 ഗവേഷണം, 3 സംഘാടനം, ജനജാഗരണം, ജനസംഗ്രഹം, ജനപ്രശിക്ഷണം, ജനനിയോഗം, ജനസേവനം, ജനശാക്തീകരണം, ജനസംരക്ഷണം. ഈ 10 പ്രവർത്തനങ്ങൾ നടക്കുന്ന മാതൃകാ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആശയവിദ്യാ സമാജത്തിൻ്റെ സ്വപ്നം. അതിൻ്റെ യഥാർത്ഥ പുരോഹിതരുണ്ടാവണം. പുരോഹിതർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നയിക്കുന്നവർ എന്നാണ്. ഈശ്വരൻ്റെ ഒരു പര്യായം കൂടിയാണ് യഥാർത്ഥ പുരോഹിതർ. ഇന്ന് സനാതനധർമ്മത്തെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ ദർശനത്തെക്കുറിച്ചോ വർത്തമാനകാല ഭീഷണികളെക്കുറിച്ചോ ബോധ്യമില്ലാത്ത ചില കപട പൂജാരിമാരും കപട ജ്യോതിഷികളൊക്കെ വേണ്ടി നമ്മുടെ ജനതയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥിതി മാറി സനാതനധർമ്മത്തെക്കുറിച്ച്, നമ്മൾ നേരിടുന്ന ഭീഷണികളെക്കുറിച്ച്, അവയുടെ പരിഹാരത്തെക്കുറിച്ച്, ദർശനം, ചരിത്രം, വർത്തമാനകാലം, യാഥാർത്ഥ്യങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ നല്ല ബോധമുള്ള പുരോഹിതരുണ്ടാവണം. അങ്ങനെയുള്ള യഥാർത്ഥ പുരോഹിതരെ, യഥാർത്ഥ അധ്യാപകരെ, പ്രഭാഷകരെ, സംവാദകരെ സൃഷ്ടിക്കുവാനും ആശയവിദ്യാ സമാജത്തിന് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ആധ്യാത്മിക ശാസ്ത്രം കോഴ്സ്, ആശയവിദ്യാ കോഴ്സ്, ഭാരതീയ സംസ്കൃതി കോഴ്സ്,
സ്റ്റുഡൻസ് എക്സലൻസ് പ്രോഗ്രാം കോഴ്സ്, അങ്ങനെ നിരവധി പദ്ധതികൾ ആർഷവിദ്യാ സമാജത്തിനുണ്ട്. ഒരു അന്താരാഷ്ട്ര പഠന ഗവേഷണ പ്രതിഷ്ഠാനം സ്ഥാപിക്കാൻ പോവുകയാണ് ഈ വരുന്ന 14-ാം തീയതി. പൂജനീയ ചിദാനന്ദപുരസ്വാമികളാണ് അതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത്. നിങ്ങളെല്ലാവരെയും വിളിക്കുവാനായിട്ട് ഇപ്പോഴത്തെ കൊറോണ സാഹചര്യത്തിൽ കഴിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും അതിനോടൊപ്പം ഉണ്ടാവണം. അതുപോലെ ഓൺലൈൻ കോഴ്സിനുള്ള പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത ഒക്ടോബർ 26-ാം തീയതി വിജയദശമി മുതലാണ് അത് ആരംഭിക്കുക. ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ വഴി നമുക്ക് എല്ലായിടത്തും എത്തിക്കാൻ കഴിയും. മാതൃകാ ക്ഷേത്രങ്ങൾ, മാതൃകാ ആശ്രമങ്ങൾ സൃഷ്ടിക്കുക. അതുപോലെ 3 S, സേവനം, സ്വാധ്യായം, സംഘാടനം. ഈ 3 S ഉണ്ട്, 3 സ കൊണ്ട് ഹിന്ദുവിൻ്റെ വിഷയങ്ങളെല്ലാം പരിഹരിക്കുവാനുള്ള പദ്ധതികൾ നമുക്കുണ്ട്. ഓരോ വാർഡ് തലത്തിൽ പോലും പ്രവർത്തനം എത്തിച്ചുകൊണ്ട് സംയോജകരെ വാർത്തെടുത്തുകൊണ്ട് അവരെല്ലാ രീതിയിലും ശാക്തീകരിക്കാനും സംരക്ഷിക്കാനും സേവനങ്ങൾ നൽകുവാനുള്ള വിപുലമായൊരു കർമ്മ പദ്ധതിയും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. അതൊക്കെ പിന്നീട് ഏതെങ്കിലും അവസരത്തിലാകാമെന്ന് കരുതുന്നു. ഇപ്പോൾ ഞാൻ ഹിന്ദുജനത നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊരു ഓട്ട പ്രദർശനം മാത്രമാണ് ചെയ്തത്. അവയെ ഓരോന്നിനെയും കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. ഓരോന്നിനെയും കുറിച്ച് ചർച്ച ചെയ്തിട്ട് അതെങ്ങനെ വന്നു എന്ന് അറിഞ്ഞു തന്നെ പരിഹരിക്കേണ്ടതുണ്ട്. അത് ഈ 1 മണിക്കൂറിൽ എനിക്ക് അനുവദിച്ചിരിക്കുന്ന 1 മണിക്കൂർ തീരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഇപ്പം വേഗതയോടുകൂടി തന്നെ ഓട്ട പ്രദർശനം ചെയ്യേണ്ടി വന്നത്. അതിനുവേണ്ടി ഇങ്ങനെ ഒരു വിശദമായ ഒരു ചർച്ച 1 മണിക്കൂർ കൊണ്ട് നടത്താൻ സാധിക്കില്ല, ദിവസങ്ങളെടുക്കും. അതിൻ്റെ പരിഹാര ശ്രമങ്ങൾ നമ്മൾ ജീവിതം കൊണ്ട് ചെയ്യേണ്ടതാണ്. അതിനുള്ള സദ്ബുദ്ധി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന ഹിന്ദു സോഷ്യൽ കോൺഫെഡറേഷനോടും ആർഷവിദ്യാ സമാജത്തോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് നിങ്ങൾ ഞങ്ങൾ എന്ന വ്യത്യാസമില്ലാതെ നമുക്കൊരുമിച്ച് ഈ ഈശ്വരനും ഗുരുപരമ്പരകൾക്കും സനാതനധർമ്മത്തിനും സേവനമനുഷ്ഠിക്കാനുള്ള ഈ പുണ്യ ദൗത്യത്തിൽ പങ്കുചേരാം. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. എൻ്റെ വിനീതമായ നമസ്കാരം.